നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചപ്പോൾ അവർ തമ്മിലുണ്ടായ തർക്കത്തിന്റെ പേരിലാണെന്ന് പറയുന്നു ഉന്മേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഷിബു എന്ന് പറയുന്ന യുവാവിനെ അതിന്റെ നെഞ്ചത്ത് കുത്തി മരണപ്പെട്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ്. ഒരുമിച്ചിരുന്ന് രണ്ടുപേര് സുഹൃത്തുക്കളാണ്. ഷിബു ആണെങ്കിൽ വിവാഹം കഴിച്ചു, രണ്ട് കുട്ടികളുണ്ടാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ്. അദ്ദേഹം സ്കൂട്ടർ വർക്ക്ഷോപ്പ് പണികൾ നടത്തിക്കൊണ്ട് ജീവിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതാണ്ട് 42 വയസ്സ് പ്രായമുണ്ട്. അതേ വയസ്സിന്റെ പ്രായമുള്ള ആളാണ് ഉന്മേഷ്. ചില പിക്കപ്പ് വാനുകളൊക്കെ ഓടിച്ച് കഴിയുന്ന ഒരു യുവാവാണ്. അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ മാതാവിന് കാഴ്ച പരിമിതിയുള്ളതാണ്. അധികം കാഴ്ച ഇല്ലാത്ത മാതാവും ഈ മകനും മാത്രമാണ് താമസിക്കുന്നത്. ഈ സമയത്താണ് രാത്രിയിൽ 8 മണിയോട് അടുപ്പിച്ചാണ് കുത്തുകയും മറ്റൊരു സുഹൃത്തിനോട് വിളിച്ചു പറയുകയൊക്കെ ചെയ്തു, ഞാൻ അവരെ കുത്തി എന്നുള്ള കാര്യം. അങ്ങനെ അവർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരികയും അവിടെ എത്തുമ്പോഴേക്ക് മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും അവിടെ എല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കാരും നാട്ടുകാരും എല്ലാം ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തന്നെയാണ് ഈ ഉന്മേഷിനെ പോലീസ് പിടികൂടുകയും വൈദ്യപരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ആ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ ഈ ഷിബുവിന്റെ സുഹൃത്തുക്കൾ, എവിടെയും സുഹൃത്തുക്കളായിരിക്കണം, പക്ഷെ ഷിബുവിന്റെ സുഹൃത്തുക്കൾ എല്ലാം വളരെ രോക്ഷാകുലമായിട്ട് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തവനെതിരെ ആക്രമിക്കാനും അവരെ ശാരീരികമായി ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ച്, പക്ഷെ പോലീസ് സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു വല്ലാത്ത ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഒരുമിച്ച് മദ്യം കഴിക്കുകയും സൗഹൃദ വലയങ്ങൾ കുറച്ചുകൂടെ ആനന്ദകരമാക്കാനും അവരുടെ സന്തോഷങ്ങൾ ബലപ്പെടുത്താനും ഒക്കെ വേണ്ടി ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ നമ്മുടെ നാട്ടിൽ മദ്യം കഴിക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇവിടെ മുൻ സർക്കാരുകൾ, കോൺഗ്രസിന്റെ സർക്കാരുകൾ ഒരുപാട് മദ്യശാലകളെല്ലാം പൂട്ടിയിട്ട് അവർ പോയതാണ്. പക്ഷേ തിരിച്ചു വന്ന ഇടതുപക്ഷ സർക്കാരുകൾ ആ മദ്യശാലകളെല്ലാം തുറന്നു. ഇപ്പോൾ ഒരുപാട്, ഏതാണ്ട് 400-500-ലധികം മദ്യശാലകൾ കേരളത്തിലുണ്ട്. മദ്യം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് മയക്കുമരുന്ന് വ്യാപകമായിട്ടുണ്ട്. അതിനെതിരെ പുതിയ സർക്കാരുകൾ ഭരണത്തിൽ വരികയും ശ്രീ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞ് നടപ്പാക്കുകയാണ്. മയക്കുമരുന്നുകൾ കച്ചവടം എവിടെ ഉണ്ടെങ്കിലും അത് പിടികൂടാനും, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് എന്ത് ലഹരി പദാർത്ഥങ്ങൾ നടത്തിയാലും അവർക്ക് ടോൾ ഫ്രീ നമ്പരോടുകൂടി പോലീസിനെ വിവരം അറിയിക്കുകയും അവർക്ക് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും, ആരാണോ ഈ രഹസ്യ വിവരം കൊടുക്കുന്നത് അവരെ ആരെയും പരസ്യപ്പെടുത്തത്തില്ല, രഹസ്യമായിട്ട് തന്നെ വെക്കും, അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് സർക്കാർ. പക്ഷേ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഇത്തരത്തിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഇരുന്ന് മദ്യപിക്കുകയും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും പറയുന്നു. അത് എന്താണ്, അത് വാക്കുതർക്കം അന്നേരത്തെ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ രോഷത്തിലാണോ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന അന്വേഷണവും അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലും ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഉന്മേഷിന്റെ വെളിപ്പെടുത്തൽ നടക്കുക. മുൻ വൈരാഗ്യങ്ങൾ വല്ലതുകൊണ്ടാണോ, അതോ ഈ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം അവര് ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ മാത്രമേ തെളിയത്തുള്ളൂ. എന്തായാലും ഒരു കുടുംബത്തിന്റെ 2 കുട്ടികളുടെ, ഒരു ഭാര്യയുടെ ഭർത്താവിനെയും 2 കുട്ടികളുടെ പിതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഈ ആയുധം അവിടുന്ന് എന്തോ ഒരു കത്തിയോ അത് കണക്ക് ചെറിയ ഉളി പോലുള്ള എന്തോ ഒരു ആയുധം വെച്ചാണ് നെഞ്ചത്ത് മാരകമായിട്ട് ആ കുത്ത് ബലം ആരോഗ്യത്തോടെ കുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കുത്ത് ആഴത്തിലേക്കുകയും അങ്ങനെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. മദ്യപിക്കുന്നവരും മദ്യം ആഘോഷമാക്കുന്നവരും ഒക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ, സ്വന്തം കൂടെ ഇരുന്ന് കഴിക്കുന്നവർ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ കൂടിരിക്കുന്നവരാണ്, സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ബന്ധുക്കാരാണ്, സ്വന്തക്കാരാണ്, സമൂഹം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തികളുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും മുൻകാലങ്ങളിലും ഈ വ്യക്തി ഉന്മേഷ് പലവിധ കത്തിക്കുത്ത് കേസുകളിലൊക്കെ മുൻപ് പ്രതിയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ നേരത്തെ ഇങ്ങനെ എന്ത് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കുകൾ ആ എതിർവാക്ക് പറയുന്നവരെ മർദ്ദിക്കുക, അല്ലെങ്കിൽ കുത്തി കീഴ്പ്പെടുത്തുക, അവരെ എന്തിനാണോ, കൊലപ്പെടുത്താൻ വേണ്ടിയാണോ, അതോ മാരകമായ മുറിവേൽപ്പിക്കാൻ വേണ്ടിയാണോ, എന്തിനാണായാലും ആ കുത്തി പരിക്കേൽപ്പിച്ചത്, അങ്ങനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കേസുകളിൽ പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഒരു കുടുംബത്തിന് നാഥൻ ഇല്ലാതായിരിക്കുകയാണ്. എന്തായാലും വളരെ വിഷമകരവും ദുഃഖകരമായ വാർത്തയാണ്. മദ്യപിക്കുന്നവരും മദ്യപാന്മാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് മദ്യപിക്കുന്നവർ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ടും അത്തരത്തിൽ
ആപത്തുകളിൽ അല്ലെങ്കിൽ അത്തരം പെരുമാറുന്നവരാണോ അല്ലയോ എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിൽ കാര്യങ്ങൾ ഇടപെടാൻ. എന്തായാലും രണ്ട് കുട്ടികളുടെ പിതാവിനെയും ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. പക്ഷേ ഈ ഉന്മേഷ് എന്ന് പറഞ്ഞാൽ അവിവാഹിതനാണ്. അപ്പോൾ അവന് മറ്റു ഉത്തരവാദിത്തം, എന്തായാലും മാതാവുണ്ട്, മാതാവിന് കാഴ്ച പരിമിതി ഉള്ളതാണ്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത്തരം ആൾക്കാർ, ക്രിമിനൽ സ്വഭാവമുള്ളവർ ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് ആ സ്വഭാവം മാറ്റപ്പെടുന്നില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്രിമിനൽ അല്ലാത്തവരാരും എത്ര ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിളിച്ചു പറയുമെങ്കിലും അവരൊന്നും അത്തരം ക്രിമിനൽ സ്വഭാവങ്ങളിലോട്ടോ അത്തരം വൈകൃതങ്ങളിലോട്ടോ അവരാരും ചെന്നുപെടാറില്ല. പക്ഷേ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ പറയുന്നവർ കാണും. ഈ വാക്കുകൾ കൊണ്ട് പറയാത്തവരായിരിക്കും മിക്കവരും ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് ഈ കൊലപാതകം വളരെ വിഷമകരവും ദുഃഖപരമായ, ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ മൈനാപ്പള്ളി സ്വദേശിയാണ് ഷിബു. എന്തായാലും ഈ സുഹൃത്ത് ബന്ധങ്ങൾ, സൗഹൃദം വ്യാപിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഇത്തരം കൊലപാതകങ്ങൾ ഒരിക്കലും പരിഹാരമല്ല. അത്തരം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.